അങ്ങനെ നമ്മുടെ പഴയ ലെറ്റ്സ് പ്ലേ സീരീസ് പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മുടെ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. അത് തന്നെ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടെത്താൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് തന്നെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തന്നെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് പ്ലേ 2 എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. വേൾഡ് ക്രിയേറ്റ് ആവുന്നുണ്ട് 18. ഓക്കെ, ഈ വേൾഡ് നമ്മൾ മറ്റേ വേൾഡ് തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്പോണായിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല സ്പോണായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തോന്നുന്നു. ഇവിടെ അടുത്ത് കുറച്ച് ഐലൻഡ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഐലൻഡ്സും പിന്നെ ഗെയിം ചെറിയ ഫ്രെയിം ഡ്രോപ്പ് കിട്ടുന്നുണ്ട്. ഈ എല്ലാം ലോഡാവുന്നതിൻ്റെ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. അത് ലോഡായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗെയിം നല്ല രീതിയിൽ ഫ്രെയിം ഡ്രോപ്പ് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പേ ഉള്ളൂ. കാരണം നമുക്ക് ഗെയിം ലോഡാവുന്നതിൻ്റെ ഒരു ചെറിയ ഫ്രെയിം ഡ്രോപ്പ് മാത്രമേ വരുന്നുള്ളൂ. അതെല്ലാം ഒന്ന് ലോഡായിട്ട് ഒക്കെ നമുക്ക് നമ്മുടെ നേരെ ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഈ സൺഡേ നമ്മൾ ഫുൾ ടോട്ടൽ ഇതിലോട്ടൊക്കെയാണ് കളിക്കുന്നത്. മാത്രം നമ്മൾക്ക് ചീറ്റ്സൊന്നും അവൈലബിൾ ചെയ്തിട്ടില്ല, ഓഫാണ്. നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ ഗെയിം മോഡ് ചേഞ്ച് ചെയ്ത് നോക്കിയാലും ഇതാണ് കാണിക്കുന്നുണ്ട് അനേബിൾ ടു. അപ്പം ജസ്റ്റ് ഒരു ഇത് തന്നതാണ് മാത്രമാണ്. നമുക്ക് നേരെ ഇനി എല്ലാം ലോഡൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഐലൻഡുണ്ട്, അവിടെ ഉണ്ട്, അത് മറ്റേ സൈഡിലൊരു ഐലൻഡുണ്ട്. അപ്പോൾ നമുക്ക് മാത്രമല്ല ഇതിൻ്റെ നമ്മൾ എല്ലാ എപ്പിസോഡ് ഇപ്പോൾ എല്ലാ സീരീസിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതൊരു ബ്രേക്ക് ചെയ്യുന്ന ഫസ്റ്റ് ബ്ലോക്ക് എല്ലാ സീരീസിലും നമ്മൾ മാറ്റി വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. ഇതായത് നമ്മൾ പോക്കൊന്നും അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് നേരെ ആദ്യം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. ഇതുകൊണ്ട് ഒഫീഷ്യലി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് നേരെ കൊണ്ടുപോയി ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സീരീസ് മുന്നോട്ട് പോകുമ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ കാണിച്ചാൽ ഈ ഒരു ഇതെടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. ഇതിവിടെ വെച്ചിട്ട് ഈ ഒരു സാൻഡ് പൊട്ടിച്ചിട്ട് അതിൻ്റെ മേളിലൂടെ ഇതെടുത്ത് അങ്ങ് വെച്ചേക്കാം. അപ്പോൾ ഞാൻ അതൊന്നും പൊട്ടിച്ചെടുക്കത്തുമില്ല. ഈ സാൻഡ് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയെല്ലാം വരെ വെട്ടി ടൂൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ നമുക്ക് ഇവിടെ തന്നെ ഇന്ന് തന്നെ ആയണാകുമ്പോഴും ഇത് റെഡിയാക്കണം കേസ്. അത് തന്നെയാണ്. അപ്പം പെട്ടെന്ന് ഈ മരം അങ്ങ് വെട്ടിയെടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ലോഗൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇനി വേറെ 2-3 മരം എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് മരമൊക്കെ വെട്ടിയെടുത്ത് ടാക്സൊക്കെ ഉണ്ടായി കുറച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കൂടി കളക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കൗസ് ഉണ്ട്. അതിനെ 2 കൊന്നേക്കാം. യെസ്, ഓക്കെ, ഇതിനെ കൊന്നു. ഓക്കെ, അതിനെ കൊണ്ട് 8 ബീഫ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കൗസിനെ കൊന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് കുറച്ച് സ്റ്റോൺ ടൂൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോൺ എടുത്തിട്ട് ഒരു 3 സ്റ്റോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചത് കുക്ക് ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം സ്റ്റോണും കളക്ട് ചെയ്തു, സ്റ്റോണിൻ്റെ ആക്സും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകണം കേസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സാധനം എല്ലാം എടുക്കാം. ഈ ഒരു നമ്മുടെ ഫുഡും കുക്കായിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. ഈ നമ്മുടെ ആക്സ് വെച്ച് ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം കേസ്. ഓക്കെ, ഇവിടെ മേലോട്ട് നമുക്ക് താഴെ ഒരു കേവ് പോലെ, ഈ ഒരു കേവിനകത്ത് താഴെയായിട്ടൊരു കേവ്, ചെറിയൊരു കേവ് കാണുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കയറാം. ഓക്കെ, അത്യാവശ്യം ഡാമേജ് ചെയ്താൽ അത് ഫുഡ് കഴിച്ചേക്കാം. ഒരു ഫുഡ് അങ്ങ് കഴിച്ചേക്കാം. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ നല്ല ഇരുട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഞാൻ അവിടുന്ന് കുറച്ച് അയണൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ഓക്കെ, അയണൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കോള് ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ കുറച്ച് കോളുണ്ട്. ഇതും കൂടി മൈൻഡ് ചെയ്തിട്ട് ആദ്യം ഒരു കോൾ എടുത്തിരുന്ന ഒരു ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഈ കോളെല്ലാം അങ്ങ് മൈൻഡ് ചെയ്തെടുത്തേക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ കോളങ്ങ് മൈൻഡ് ചെയ്തെടുത്തേക്കാം ഗൈസ്. എല്ലാ കോളങ്ങ് മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് നമുക്ക് ഇവിടെ കുറച്ച് വേറെ എവിടെയെങ്കിലും ഇവിടെ കുറച്ച് ലാപ്പിസ് ഉണ്ട്, അത് മൈൻഡ് ചെയ്തേക്കാം. അത് അങ്ങനെ മൈൻഡ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് അവിടെ കുറച്ച് അയൺ കൂടി ഉണ്ട്. ഈ അയൺ കൂടി അങ്ങ് മൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് അയണൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്കിനി ബാക്കിയുള്ള ഗെയിം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ വേറെ അയണൊന്നും കാണുന്നില്ല. അപ്പോൾ നേരെ അവിടെ ചെറിയൊരു ഉൾവരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പോകാം ഗൈസ്. നേരെ ഇതാണ് അതിനകത്തോട്ട് അങ്ങോട്ട് കയറാം. അതിലോട്ട് അങ്ങ് കയറിയേക്കാം. ഓക്കെ, ഇവിടെ കുരുവാണ്. ഇപ്പോൾ നമ്മൾ അതിനകത്തോട്ട് വീണേ അപ്പം തന്നെ ഡെഡായനെ. ഓക്കെ ഗൈസ്, സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ കേസ് ഉണ്ട്, ഇവിടെ ഒരു സോംബി ഉണ്ട്, 2 ഓക്കെ, ഈ സോംബിനെ കൊന്നേക്കാം. വേറെ ഒരു സോംബി ഉണ്ട്. 2 സോംബിനെ നമ്മളെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു അയണ കൂടി ഇങ്ങനെ പൊടിച്ചെടുത്തേക്കാം. അങ്ങനെ നമുക്ക് അയണും പൊടിച്ച് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടി അയൺ കണ്ട് അതെല്ലാം പൊടിച്ചെടുത്തേക്കാം. നമുക്ക് അങ്ങോട്ട് അതും പൊടിച്ച് കഴിഞ്ഞ് ഇവിടെ സോംബി ഉണ്ടെന്ന് അതിനെ അങ്ങ് കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അത്യാവശ്യം കുറച്ച് അയൺ ഉണ്ടെന്ന് തോന്നുന്നു. ഇതങ്ങ് മൈൻഡ് ചെയ്തെടുത്തേക്കാം. ഇതൊരു വലിയ വെയിനായിരുന്നു വെച്ചാൽ മൈൻഡ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. നല്ലൊരു ബിഗ് വെയിനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. നല്ലൊരു വെയിനാണ് നമുക്ക് കിട്ടിയേക്കണം. നമുക്ക് ഇതങ്ങോട്ട് ഈ ഒരു അവിടെ കുറച്ച് ലാപ്സ് അത് കളക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു നമ്മളിൽ 40 എത്ര അയൺ അങ്ങോട്ട് ആയിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് 41 അയൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
നമുക്ക് ഇതൊക്കെ ഇത് ചെറിയ ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പെട്ടെന്ന് ഇതിൽ നിന്ന് കുറച്ച് ആർമർ നമുക്ക് റെഡിയാക്കണം ഗൈസ്. ഓക്കെ, ഇത് കുറച്ച് ഇവിടെ നേരെയുള്ള മൈനൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കൊരു പെട്ടെന്ന് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു ചെസ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്യൂട്ടപ്പ് അഡ്വാൻസ്മെൻറ്റ് ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ട് ആയിട്ടുള്ളൂ. അതിനുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ആർമറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്യൂട്ടപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുൾ ആർമർ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഫുൾ ആർമർ സെറ്റായിട്ട് ഒരു പിക്കെക്സ് കൂടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫുൾ ആർമർ സെറ്റായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അതിന് നമ്മൾ ഫുൾ ആർമർ സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു ബൂട്ട്സും ഉണ്ടാക്കി അത് ഇട്ടു. ഇനി ഒരു സോഡും കൂടി നമുക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ ആ സോഡും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം ഗൈസ് നമുക്ക്. ഓക്കെ, ഈ സ്റ്റിക്ക് ആക്കിയിട്ട് ഇതിൽ നിന്നൊരു സോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ടോട്ടൽ ടൂൾ ഗിയർ ആയിട്ടുണ്ട് ഗൈസ്. ടൂൾസോ ആർമർ ആയിട്ടുണ്ട്. ഫസ്റ്റ് അയൺ ആർമർ നമ്മൾ ഇവിടെ 5 മിനിറ്റ് ഇവിടെ സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ 5 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മളിതേക്ക് പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഗെയിം നിന്ന് പുറത്തോട്ട് പോയേക്കാം അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് പോയാം. ഓക്കെ ഓക്കെ, ഞാൻ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ എൻഡർമാനായി കടങ്ങി കിടപ്പുണ്ട്. നമുക്ക് നേരെ മേലോട്ട് അങ്ങ് കയറിയേക്കാം ഗൈസ് ഇവിടെ നിന്ന്. ഓക്കെ, നല്ല പാടാണ് ഗൈസ്. ഇവിടെ ഒരു കുറച്ച് വാട്ടറുള്ള ഇതങ്ങ് നമുക്ക് തുറന്നു കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഈ കേവിലോട്ട് കയറാനും കുറച്ച് എളുപ്പമായിരിക്കും. രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി. ഓക്കെ, അവിടെ അതും ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്ലോക്കും കൂടി ബ്രേക്ക് ചെയ്തേക്കാം. നമുക്ക് ഇവിടെ കുറച്ച് വാട്ടറും കൂടി നമ്മുടെ ബക്കറ്റിലോട്ട് കളക്ട് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ആ വാട്ടറും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൗസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ എന്തായാലും നമുക്ക് ഇപ്പഴേ കൊന്നു പിന്നെ ഇവിടെ സ്പോണാവുന്ന ഉറപ്പില്ലല്ലോ. ഈ സപ്പത്തിന് നമുക്ക് ഇവിടെ നമ്മുടെ ക്യാമ്പ് ഇടാൻ സെറ്റ് മീൻസ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസ് എല്ലാം കൂടി നമുക്ക് ഇങ്ങോട്ടങ്ങ് വെച്ചേക്കാം. നേരെ ഒക്കെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫർണസ് ഉണ്ട്. അതിനാദ്യം തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് 2 ഫിഷിയേഴ്സ് ഉണ്ടായിട്ട് അവിടെ ഒരു ഷീപ്പൊക്കെ കടങ്ങി നടപ്പുണ്ട്. അതിനെ കൂടിയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതിന് നമ്മുടെ ഫർണസും വെച്ചിട്ട് കുറച്ച് ഫെൻസ് ഉണ്ടാക്കണം. ഈ സാധനം തന്നെ നമുക്ക് ആണ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എന്നാൽ നമുക്ക് ആദ്യം തന്നെ ഫെൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ആദ്യം തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ആദ്യം ഇത് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, എനിക്ക് ഒരു ഡോറും അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, നമുക്ക് പോകാം. സാധാരണ ഒരു കാര്യം ചെയ്തു ഞാൻ ഈ ആദ്യം ഇതുകൊണ്ട് പേസ് ചെയ്തിട്ട് അവിടെ എത്ര ആണോ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു 2 ഉണ്ട് 2-3 കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിങ്ങ് ചുമ്മാ അങ്ങ് പ്ലേസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് വന്ന് ഇത് പൊട്ടിച്ച് റെഡിയാക്കി മാറ്റിയെടുക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ 4 ഉണ്ട്. ഇതങ്ങോട്ട് ഇവിടെ 4 പ്ലേസ് ചെയ്തിട്ട് ചുമ്മാ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് വെച്ചാൽ ഗൈസ്. അതിൻ്റെ നമുക്ക് ബാക്കി വേണ്ടുന്ന അത്രയും ഇവിടെ ആക്സ് ഇങ്ങോട്ട് എടുത്തോട്ടെ. ഹോട്ട് ബാറത്തിൻ്റെ എല്ലാം ഫുള്ള് ചവറാണ് ഗൈസ് ഹോട്ട് ബാറി. നമുക്ക് ഇതെല്ലാം കൂടി ചുമ്മാ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടേക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെച്ചിട്ട് വരാം. ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് നമുക്ക് കുറച്ചും കൂടി ഇതുണ്ടാക്കിയിട്ട് വരാം. ഫെൻസ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി ഫെൻസ് ഉണ്ടാക്കാം. ഇവിടെ കുറേ ഗ്രാസാണ്, ഭയങ്കര ഗ്രാസാണ്. ഇപ്പോൾ നമുക്ക് ഈ റയണൊക്കെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇതിനെ ഫുൾ അങ്ങ് അത്യാവശ്യം പ്ലാങ്കും ആക്കി നമ്മുടെ സ്റ്റിക്ക് അത്യാവശ്യം ഉണ്ടായി. കുറേ അങ്ങ് സ്റ്റിക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ്. ഒരു 9 ആയിട്ടുണ്ട്. ഇത് മതി ചെറിയൊരു കൂടെ ഉണ്ടാക്കിയെടുക്കാം. എത്ര ഫെൻസ് മതി ഇതങ്ങോട്ട് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു സീസൺ നമ്മൾ ഇത്ര ഫസ്റ്റ് എപ്പിസോഡെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വലിയ എപ്പിസോഡായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം ഫസ്റ്റ് എപ്പിസോഡ് ഷോർട്ടായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് പോയതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു ഇത് കിട്ടാനായിട്ടാണ് ഗൈസ്. എന്നിട്ട് ഇത് അങ്ങോട്ട് നമുക്ക് ഇവിടെയൊക്കെ അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. അത് അങ്ങോട്ട് ഇതങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫാം അങ്ങോട്ട് റെഡിയാക്കാം. ഫാം അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫാമും റെഡിയായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫാം കൊണ്ടുവരാൻ നമുക്ക് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ഇവിടെ ഈ ഒരു ഫാമൊക്കെ റെഡിയാണ്. നമുക്ക് ഇനി ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കുറേ ഇതൊക്കെ നമുക്കൊരു വീറ്റ് കളക്ട് ചെയ്യണം. വീറ്റ് റെഡിയാക്കാം ഗൈസ്. വീറ്റ് അങ്ങോട്ട് റെഡിയാക്കാം. നമ്മുടെ ഈ മൗസ് ചെറുതായിട്ട് ഇതായിട്ടുണ്ട്. അത് വെച്ച് വീറ്റ് നമുക്ക് അത് റെഡിയാക്കാം. ഓക്കെ, എൻ്റെ മൗസ് ചെറുതായിട്ട് ഡിസ്കണക്ട് ആയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൗസ് ഒന്ന് കണക്ട് എടുത്തിട്ട് നമുക്ക് കൊണ്ട് മൗസ് തന്നെ ബ്ലൂടൂത്ത് മൗസാണ്, അതുകൊണ്ട് തന്നെ അത് ഡിസ്കണക്റ്റ് ആയിപ്പോയി. അതൊന്ന് റെഡിയാക്കി എടുക്കും. ഈ ഒരു മൗസ് കുറേ നേരം ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊരു ലോഡായിട്ടില്ല. ഓക്കെ സാർ, മൗസ് ഇതിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട് കേസ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചാർജ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരു ബോൺ ഇരിപ്പുണ്ട്. അത് വെച്ച് നമുക്കൊരു വീട്ടിലുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മുടെ ഫാമിലോട്ട് കയറ്റായിരുന്നു. നമുക്ക് അങ്ങോട്ട് കയറ്റാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് വീണ്ടും പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അതുകൊണ്ട് തന്നെ ഓക്കെ, ഈ ഒരു വാട്ടർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സീഡും അങ്ങോട്ട് വീണ്ടും മൗസ് ഇതായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മൗസിന് ചാർജ് ഇത് കാണിക്കാനും കൂടെ നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ കേസ് പ്ലേസ് ആവുന്നില്ല. ഇപ്പോൾ മൗസ് വീണ്ടും കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. പ്ലേസ് അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് ബോൺ ഉണ്ടായിരുന്നു. ആ ബോണ് നമുക്ക് ബോണിലാക്കണം. അതിന് മുമ്പ് ഇതെടുത്ത് മാറ്റി വെച്ചേക്കാം. മൗസിൻ്റെ സെൻസിറ്റിവിറ്റി പ്രോബ്ലം ആണ്, അതാണ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ബോക്സ് എടുത്തിട്ട് നമുക്ക് ഈ ബോൺ കൊണ്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം ബോൺ മീലോട്ട്. ഇതുകൊണ്ട് എടുത്തിട്ട് ഇതോടെ വെച്ചിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ബോൺ മീൽ എടുത്തിട്ട് ഇതുകൊണ്ട് ഇത് ചെയ്യാം. ഓക്കെ, നമ്മളത് വീട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ കൊണ്ട് അവരെ ഇതിനകത്തോട്ട് കയറ്റാം. ഓക്കെ, നമുക്ക് ഇവരെ കയറ്റി കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഈ ഒരു ഫാം ഔട്ട് റെഡി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഇത്ര പെട്ടെന്ന് പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ആ സീരീസ് നല്ല ഫാസ്റ്റ് നല്ലൊരു സീരീസ് ആയിരുന്നു. ബട്ട് നമുക്ക് ഈ ഒരു സീരീസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അത് നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ഫാം നമുക്ക് ഇന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഓക്കെ, ആ ഒരു കവ് അങ്ങോട്ട് വിട്ടാണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി ഇടുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഞാൻ ഇടുന്ന ഇനി പുതിയ വീഡിയോസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകൾക്ക് അപ്പോൾ വരുന്നതായിരിക്കും. അതല്ല നമുക്ക് ഈ കൗസിനെ അങ്ങോട്ട് കയറ്റിയേക്കാം ഗൈസ്. ഓക്കെ, അകത്തോട്ട് കയറാം. ഓക്കെ ഗൈസ്, മറ്റേ കപ്പാണ് പുറത്തോട്ട് പോകുന്നല്ലോ. ഈ സൈഡിലോട്ട് ഇത് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, നമുക്ക് ഇവരെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്ര മതിയല്ലോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ ആക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റാ, ബൈ ഗൈസ്, പീസ് ഔട്ട്.